ഈ വീഡിയോ നമ്മൾ മെയിനായിട്ട് സൂപ്രയോ പോലുള്ള QFP ഫോം ഫാക്ടറിൽ വരുന്ന ICs റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഹീറ്റും അതേപോലെ തന്നെ എയറും സെറ്റ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് റൗണ്ടായിട്ട് നോസിൽ ഫ്ലോ ചെയ്ത് കൊടുക്കുക. ദെൻ പതുക്കെ IC പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ അത് പോരും. അതിന് ശേഷം നമ്മളൊരു വിക്ക് ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന അതേ ലെവലിൽ മാത്രം, അതായത് ആ ലൈൻസിന് സമാന്തരമായിട്ട് മാത്രം ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രാക്കുകൾ ഡാമേജ് ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് വളരെ വൃത്തിയിൽ വിക്ക് ചെയ്യാനും പറ്റും. അങ്ങനെ കറക്റ്റായിട്ട് വിക്ക് ചെയ്തെടുക്കാം. ശേഷം നന്നായിട്ട് IPA ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ആ ഏരിയ ക്ലീൻ ചെയ്യാം. ദെൻ പുതിയ QFP IC കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് പ്ലേസ് ചെയ്യണം. ഇപ്പം ഞാനിപ്പോൾ ഈ ബോർഡിൽ സൂപ്രയോ ആണ് ചെയ്യുന്നത്. ദെൻ ഇതേപോലെ കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, പ്ലേസ് ചെയ്യാം. 4 സൈഡും കറക്റ്റ് ഈക്വലായിട്ട് ഇരിക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാം. അതുപോലെ ICയുടെ ഫസ്റ്റ് പിന്ന് എവിടെയാണ് ലൊക്കേഷൻ എന്നുള്ളത് കറക്റ്റ് പാക്കേജ് ചെയ്യാം. ദെൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ 4 കോർണറിലും നമ്മൾ ജസ്റ്റ് ഒരു സോൾഡർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ സോൾഡർ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലീഡും ട്രാക്കും കൂടി ജോയിൻ്റ് ആവുന്ന ആ ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും ലീഡിൻ്റെ മുകളിലേക്ക് കയറുന്ന രീതിയിൽ സോൾഡർ അപ്ലൈ ചെയ്യരുത്. ട്രാക്ക് ആൻഡ് ലീഡ് കോണ്ടാക്റ്റ് വരുന്ന ഭാഗത്ത് മാത്രം. അതിന് ശേഷം ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ സോൾഡർ അപ്ലൈ ചെയ്തിട്ട് താഴത്തേക്ക് ഡ്രാഗ് ചെയ്യാം. ഇത് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ലീഡും ട്രാക്കും കോണ്ടാക്റ്റ് ആവുന്നതിൻ്റെ ഇടയിൽ സോൾഡറിങ് ആൻഡ് ബിറ്റ് വരണം. ആ രീതിയിൽ ഒരിക്കലും ലീഡിൻ്റെ മുകളിലേക്ക് കയറുന്ന രീതിയിൽ ചെയ്യരുത്. അതും ഓവർ പ്രഷർ കൊടുക്കരുത്. വളരെ നൈസായിട്ട് മാത്രം എന്ത് ചെയ്യുക, ചെയ്ത് കൊടുക്കുക. ദെൻ അവിടെ എവിടെയെങ്കിലും സോൾഡർ നിൽക്കുകയാണെങ്കിലും കുറച്ച് ഫ്ലെക്സ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലെ ഇതേ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ബിറ്റ് സോൾഡറിങ് ആൻഡ് ബിറ്റ് കറക്റ്റായിട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ദെൻ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ചെയ്ത് കൊടുക്കുക. ഇതേപോലെ 4 സൈഡിലും കറക്റ്റായിട്ട് നമ്മൾ ആവശ്യത്തിന് ഫ്ലെക്സ് അപ്ലൈ ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ലീഡിൻ്റെ മുകളിലേക്ക് സോൾഡർ അപ്ലൈ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. മാക്സിമം ആ ലീഡും ട്രാക്കും ജോയിൻ്റ് ചെയ്യുന്ന ആ ഭാഗത്ത് മാത്രം സോൾഡർ അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം. അങ്ങനെ 4 സൈഡും കറക്റ്റായിട്ട് എന്ത് ചെയ്യാം. എക്സ്റ്റെൻഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഓവറായിട്ട് സോൾഡർ ഡംപ് ആവുകയാണെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ഫ്ലെക്സ് അപ്ലൈ ചെയ്തിട്ട് ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്തെടുക്കാം. ഭയങ്കരമായിട്ട് ഓവറാണെങ്കിൽ നമുക്ക് ആ ഒരു ലൈനിൽ നമ്മൾ എത്ര ഡ്രാഗ് ചെയ്തിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഓവർ ടൈം ഡ്രാഗ് ചെയ്യേണ്ട, ജസ്റ്റ് വിക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാം, ആ ഭാഗത്ത് സോൾഡർ എന്ത് ചെയ്യാം, എടുക്കാൻ പറ്റും. ദെൻ ഇതേപോലെ എല്ലാ ലീഡ്സും കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യാം. ദെൻ അതിന് ശേഷം നന്നായിട്ട് എന്ത് ചെയ്യാം, ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ലീഡ്സ് എല്ലാം കോണ്ടാക്റ്റ് ഓക്കെ അല്ലേ എന്നുള്ളത് എന്ത് ചെയ്യുക, 1 ടൈം ചെക്ക് ചെയ്യുക.